കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊച്ചിനൊരു കള്ളപ്പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനി വന്നപ്പോൾ ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഒന്ന് കാണിക്കുന്നത്. പനിയാണെങ്കിലും ആൾക്ക് അത്യാവശ്യം ഉഷാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവനേക്കാൾ ഉഷാറ് കുറവ് സത്യത്തിൽ എനിക്കായിരുന്നേ. അത് പിന്നെ ഏതൊരമ്മയ്ക്കും അങ്ങനെയായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ പനി ആയതുകൊണ്ട് തന്നെ അവനെ അത്യാവശ്യം അവനൊന്ന് ആക്റ്റീവാക്കി വെക്കാനും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് ഒത്തിരി ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു വഴിക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ വൊമിറ്റ് ചെയ്തത് കൊണ്ടാണ് പെട്ടെന്ന് പിന്നെ ഞങ്ങൾ ചാലക്കുടി സെൻറ്റ് ജെയിംസിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഇവനെ ഓൾറെഡി അവിടെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഡോക്ടറെ. അപ്പോൾ അവൻ്റെ അച്ഛൻ പരമാവധി ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയേക്കായിരുന്നു കേട്ടോ ഉറങ്ങി. ഞങ്ങളൊരു വഴിക്ക് പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇരിങ്ങാലക്കുട എൻ്റെ കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് ഞങ്ങൾ നല്ല ഡ്രസ്സ് പോലും ഒന്നുമില്ലായിരുന്നു കണ്ടിട്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണെന്ന് ഞങ്ങൾ ഒരു അത്യാവശ്യമായിട്ട് എന്തോ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് വണ്ടിയിൽ വെച്ചിട്ട് വോമിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ പനിയുടെ മരുന്നൊക്കെ ഓൾറെഡി വീട്ടിൽ വെച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ വോമിറ്റ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കേട്ടോ കൊച്ചിനെ. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ പനിയൊക്കെ ആദ്യം ഒരു മരുന്നൊക്കെ കൊടുത്ത് പിന്നെ പനിയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് പനിയൊക്കെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ അഡ്മിറ്റ് ആവുമൊന്നും വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോക്കോ. നൈറ്റ് എങ്ങാനും പനിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ചാലക്കുടിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നമുക്കധികം ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേന്ന് കാലത്ത് ഇവനെ കാണിക്കുന്ന ഡോക്ടറെ തന്നെ വന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോരുക ചെയ്തത്. അപ്പോൾ ആൾ പിന്നെ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ നമുക്ക് വലിയ എന്താ പറയുക വൊമിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്നതും. അതുകൊണ്ടാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ പഴയ ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ട്. അതായത് എന്താ പറയുക കാറിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഡ്രസ്സൊന്നും അങ്ങനെ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇതിലും പഴയൊരു ഡ്രസ്സാണ് വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അമ്മ പറഞ്ഞു തന്നാൽ പിന്നെ നീ അത് മാറ്, വല്ല കടയിലൊക്കെ ഇറങ്ങണമെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ഡ്രസ്സ് മാറി ഈ ഒരു ഡ്രസ്സിങ്ങിൽ സത്യം പറഞ്ഞെടുത്തിട്ടത് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗൊക്കെ ഇതാണ്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഒരു കല്യാണത്തിൻ്റെ ആ സമയത്തൊക്കെ എടുത്ത് വെച്ച വീഡിയോ.